വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ഇന്നും ജനകീയ തെരച്ചിലുണ്ടാകും. മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള 6 സോണുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ തെരച്ചിൽ. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരിൽ സന്നദ്ധരായവരെ കൂടി ഉൾപ്പെടുത്തിയാകും തെരച്ചിൽ നടത്തുക. ചൂരൽമലയിൽ നിന്നും സജോ ദേവസ്യ, അതുപോലെ കൽപ്പറ്റയിൽ നിന്ന് ദീപക് തർമ്മടം, മുണ്ടക്കൈ മേഖലയിൽ നിന്ന് അലക്സ് റാം മുഹമ്മദ്, അട്ടമലയിൽ നിന്ന് ഷഹദ് റഹ്മാൻ എന്നിവർ നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം സജോ ദേവസ്യയിലേക്ക്. ചൂരൽമലയിലാണ് സജോ ഉള്ളത്. ഗുഡ് മോർണിംഗ് സജോ ദേവസ്യ, ആൻഡ് ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. സജോ, ഇന്നത്തെ തെരച്ചിലിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? വിശദാംശങ്ങൾ ലഭിച്ചത് എങ്ങനെ? ലാസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ് നമുക്ക് ആ കാര്യത്തിൽ? SKN ഗുഡ് മോർണിംഗ്. 8 മണിയോടുകൂടിയായിരിക്കും വിപുലമായ ജനകീയ തിരച്ചിലിലേക്ക് പോവുക. യഥാർത്ഥത്തിൽ ഔദ്യോഗിക കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ 126 മനുഷ്യജീവനുകളെ ഇനിയും യഥാർത്ഥത്തിൽ കണ്ടെത്താനുണ്ട്. യഥാർത്ഥത്തിൽ ഔദ്യോഗിക കണക്കുകൾക്കും അപ്പുറത്താണ് കാര്യങ്ങൾ എന്ന് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ എത്രയോ ആളുകൾ അതിൽ കൂടുതൽ വരും. അതായത് യഥാർത്ഥത്തിൽ അതിൻ്റെ മുഴുവൻ കണക്കുകളും കൃത്യതയോടുകൂടിയുള്ള കാണാതായവരുടെ കണക്കുകൾ യഥാർത്ഥത്തിൽ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ ഓരോ ദിവസവും എന്നതാണ്. പക്ഷേ സർക്കാർ ഇതുവരെ പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 126 പേർ ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഇനിയിപ്പോൾ തിരച്ചിലിൻ്റെ ഒരു വഴി എന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തീരുമാനിച്ചതാണ്. പ്രധാനമന്ത്രിയും കഴിഞ്ഞ ദിവസം വന്നതുകൊണ്ടാണ് ഇന്നലെ തിരച്ചിൽ കാര്യമായി നടക്കാതിരുന്നത്. ഇന്ന് വീണ്ടും നമ്മൾ ജനകീയ തിരച്ചിലിലേക്ക് കൂടി തന്നെ കടക്കുകയാണ്. അതായത് വിവിധ സേനാ വിഭാഗങ്ങളുണ്ട് ഇപ്പോഴും ദുരന്ത മേഖലയിൽ തുടരുന്ന സേനാ വിഭാഗങ്ങൾ. അതായത് പോലീസിൻ്റെ SOG, ഫയർഫോഴ്സ്, NDRF ഉൾപ്പെടുന്ന സേനാ വിഭാഗങ്ങളുണ്ട്. ഇതുകൂടാതെ വിവിധങ്ങളായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരുടെ ഗ്രൂപ്പുകളുമുണ്ട്. ഇവരെ ആണ് ഈ 6 സോണുകളിലേക്ക് അയക്കുക. ഇവരോടൊപ്പം അതാത് മേഖലകളിലുള്ള നിലവിൽ ദുരിതബാധിതർ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ദുരന്തത്തെ മറികടന്ന് വന്ന ഈ പ്രദേശങ്ങളിലൊക്കെ താമസിച്ച നിലവിൽ ക്യാമ്പിലും മറ്റിടങ്ങളിലുമായൊക്കെ കഴിയുന്ന ആളുകൾ, അതിൽ സന്നദ്ധരായി എത്തുന്ന ആളുകളെ കൂടി ഇവരോടൊപ്പം ചേർക്കും. അങ്ങനെ ഇവിടെയുള്ള പ്രാദേശിക ആളുകളുടെ കൂടി സാന്നിധ്യത്തിൽ, സഹായത്തിൽ, സഹകരണത്തിൽ അവർക്ക് കുറേ കൂടി ഈ മേഖലയെക്കുറിച്ച് കൃത്യമായ വ്യക്തതയുണ്ടാകും. പലപ്പോഴും സന്നദ്ധ പ്രവർത്തകരൊക്കെ മറ്റിടങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അങ്ങനെ 6 ടീമുകളായി തിരിച്ച് അവരെ 9 മണിക്കകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. കൃത്യമായൊരു രജിസ്ട്രേഷനോട് കൂടി മാത്രമേ ഇവിടെ ഈ പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ. കാരണം അത് സുരക്ഷ പരിഗണിച്ചാണ്. 9 മണിക്ക് ശേഷം എത്തുന്നവരെ ഈ തിരച്ചിൽ ടീമിൻ്റെ ഭാഗമാക്കേണ്ടതില്ല എന്നതാണ് തീരുമാനം. അങ്ങനെ 6 സോണുകളിലായി സജീവമായ തിരച്ചിൽ നടക്കും. ജനകീയമായ തിരച്ചിൽ, അതായത് ഇനിയിപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യവും ദുരന്തത്തിൻ്റെ വ്യാപ്തിയും ആഘാതവും ഒക്കെ നമുക്കറിയാം. പക്ഷേ ഉറ്റവരെ ഏതെങ്കിലും നിലയ്ക്കൊക്കെ കണ്ടെത്തുക, കാണാതെ പോയ ആളുകളെ ഏതെങ്കിലും നിലയ്ക്ക് സാധ്യമായ വഴിയിലൊക്കെ കണ്ടെത്തുക, അത് പലപ്പോഴും ശരീരഭാഗങ്ങളൊക്കെയാണെന്ന് നമുക്കറിയാം. പക്ഷേ അപ്പോഴും ഉറ്റവർ കാത്തിരിക്കുന്നുണ്ട് അന്ത്യകർമ്മങ്ങൾക്കും മറ്റുമൊക്കെയായി എന്നതുകൂടി നമ്മൾ കാണണം. അതുകൊണ്ട് ആ തെരച്ചിൽ അങ്ങനെ തന്നെ പുരോഗമിക്കുക. പ്രാദേശികമായ ആളുകളെ കൂടി, അവർ ദുരന്തബാധിതരാണ്, അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ കൂടി സാന്നിധ്യത്തിൽ അവർ ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് മുഖ്യമായ പരിഗണന നടത്തിക്കൊണ്ട് തിരച്ചിൽ തുടരുക എന്നത് തന്നെയാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തി. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ മേഖലയിലുള്ള നമ്മുടെ നാടിന്, കേരളത്തിനാകെ ഒരാശ്വാസവും കരുതലുമായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അത് ദുരന്ത മേഖലകളടക്കം അദ്ദേഹം ദുരന്ത ബാധിതരെ തന്നെ നേരിൽ കണ്ടു. കുരുന്നുകളെ അടക്കം ചേർത്ത് പിടിച്ചു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉറപ്പായും കേരളത്തിനാകെ, ഈ നാടിനാകെ ഒരാശ്വാസമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ വിപുലമായ പദ്ധതി മെമ്മോറാണ്ടം ഒക്കെ സമർപ്പിക്കാൻ പോകുന്നുണ്ട്. കുറേ കൂടി സാമ്പത്തികമായി ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ സാമ്പത്തിക പിന്തുണ കൂടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന വലിയ പ്രതീക്ഷ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പുനരധിവാസവും തുടർന്ന് അങ്ങോട്ടേക്കുള്ള പ്രവർത്തനങ്ങളുമാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വെല്ലുവിളി. ആളുകളെ എല്ലാ നിലയ്ക്കും നമ്മൾക്ക് ചേർത്ത് പിടിക്കേണ്ടതുണ്ട്, കരുതൽ തണലൊരുക്കേണ്ടതുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷയുണ്ട്. ഒപ്പം ഈ തിരച്ചിൽ അടക്കമുള്ള പ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഏറ്റവും ഊർജിതമായി പുരോഗമിക്കേണ്ടതുണ്ട്. ഏതായാലും 8 മണിയോടുകൂടി തന്നെ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് ഇവിടെ ചൂരൽമലയിൽ തുടക്കമാകും. SKN. താങ്ക് യു സജു ദേവസ്യ.